സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട്. രാത്രിയോടുകൂടി മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളുമായി മാനസ മനോജ്. അസിത, സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഉച്ചവരെ 2 ജില്ലകളിലായിരുന്നു റെഡ് അലർട്ട് ഉണ്ടായിരുന്നതെങ്കിൽ വൈകുന്നേരത്തോടെ അത് 5 ജില്ലകളിലായി ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലായിരുന്നു റെഡ് അലർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ വൈകുന്നേരത്തോടെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി ശക്തമായ രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിച്ചു എന്ന് തന്നെയാണ് റിപ്പോർട്ട്. എറണാകുളം ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അതിശക്തമായ മഴ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ അതിശക്തമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പിൽ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരുന്നു. ഇതിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് അതിതീവ്രമായ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ കാലവർഷം നേരത്തെ എത്താനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പാണ് ഉള്ളത്. എങ്കിൽ കൂടിയും അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. അതോടൊപ്പം തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ ലഭിക്കും. ഒപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇടിമിന്നലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ റോഡുകളിൽ ഇലക്ട്രിക് പോസ്റ്റ് ലൈനുകൾ വീഴും. അതുമാത്രമല്ല, മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യവും നിലവിൽ സംസ്ഥാനത്ത് ഉണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെയും കഴിഞ്ഞ രാത്രികളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിലും ഇത്തരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. യാത്ര നടത്തുമ്പോൾ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി ഇതൊക്കെയും കാലാവസ്ഥാ വകുപ്പ് എടുത്തു പറയുന്നുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലുള്ള ആളുകളും തീരദേശത്തുള്ളവരും ഈ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം. വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം പോലുള്ള സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ മിന്നൽ പ്രളയം, ഉരുൾപൊട്ടൽ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വന്നാൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒപ്പം തന്നെ ജില്ലാ കൺട്രോൾ റൂമുകൾ സജ്ജമാണ്. താലൂക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തന സജ്ജമാണ്. എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ, അടിയന്തര സാഹചര്യം വന്നാൽ അവരെ അറിയിക്കണം. അവരുടെ നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന രീതിയിലാണ് മുന്നറിയിപ്പ് ഉള്ളത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും ഒപ്പം തീരദേശവാസികളും അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര നടത്താൻ പാടില്ല എന്ന വിലക്കും രാത്രി യാത്രകളും കുറയ്ക്കണമെന്ന മുന്നറിയിപ്പ് ഉണ്ട്. രാത്രികാലങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കുമെന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾ തന്നെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണമെന്ന കാര്യമാണ്.